ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് 50-30-20 പ്രിൻസിപ്പിൾ. ഇറ്റ്സ് എ സിമ്പിൾ ബഡ്ജറ്റിംഗ് റൂൾ ദാറ്റ് ഡിവൈഡ്സ് ദ ഇൻകം ഇൻ ടു 3 കാറ്റഗറി. അപ്പോൾ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റൂളാണ്. അപ്പോൾ ഈ റൂളിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകത്തിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ പറയുന്നത് 50% ഫോർ നീഡ്സ്. നമ്മുടെ നീഡ്സ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടായിരിക്കും. എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണത്. നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻകം എത്രയാണോ ആ ഇൻകത്തിൻ്റെ 50%, മാക്സിമം 50% വരെയാണ് നമ്മൾ ആ ഒരു നീഡ്സിന്മേൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽസ് ഉണ്ടായിരിക്കാം. ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുക, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് വരും, പിന്നെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, റെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും പേയ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ 50% നീഡ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്നതാണ് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയിൽ പറയുന്നത് 30% ഫോർ വാണ്ട്സ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒന്ന് കംഫർട്ട് ആക്കുന്നതിന് വേണ്ടി, കുറച്ചും കൂടി എൻജോയബിൾ ആക്കുന്നതിന് വേണ്ടി നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മളൊരു മൂവി കാണാൻ പോവുക, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് പോയി കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഹോബീസോ സ്പോർട്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ സർവൈവലിന് വേണ്ടി എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഒരു കംഫർട്ടായിട്ട് കുറച്ചും കൂടി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്മേൽ നമ്മുടെ ഇൻകത്തിൻ്റെ 30% വരെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. 30%-നേക്കാൾ കൂടാൻ പാടില്ല, 30% വരെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു റൂൾ പ്രകാരം പറയുന്നത്. നമ്മുടെ ഇൻകത്തിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പോർഷൻ നോക്കുക, അത് 20% ആണ്. ആ 20% എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡെറ്റ് ഉണ്ടെങ്കിൽ അത് റീപേയ്മെൻറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സേവിങ്സ് എന്ന് പറയുമ്പം നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരാം, കണ്ടിജൻസീസ് ഒക്കെ വരാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ വരാം. അപ്പോൾ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻകത്തിൻ്റെ ആ ഒരു 20% നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 20% എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സേവിങ്സ് നടത്താൻ പറ്റും. സ്റ്റോക്കിലോ ബോൺസിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു മോണിറ്ററി ഗെയിൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഡെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബാലൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ പറയുന്നത് സിമ്പിൾ ആൻഡ് ഈസി ടു ഫോളോ. അതായത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണിത്. ഓക്കെ, അപ്പോൾ ഏതൊരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അയാൾക്ക് എത്ര ഇൻകം ആണെങ്കിലും ആ ഒരു ഇൻകത്തിൻ്റെ 50%, 30%, 20% എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു റൂള് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുമെന്നതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറയുന്നത് ഹെൽപ്സ് ടു ബാലൻസ് സ്പെൻഡിങ് ആൻഡ് സേവിങ്. അതായത് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സും അതുപോലെ തന്നെ സേവിങ്സ് ഹാബിറ്റും ഉണ്ടായിരിക്കുമല്ലോ, അതിന്മേലൊരു ബാലൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 3 കാറ്റഗറി ആയിട്ട് നമ്മുടെ ഇൻകം ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മളൊരു സേവിങ്സ് നടത്തുന്നുമുണ്ട്, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ ഉറപ്പ് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എന്താ പറയുക, അൺനെസസറി ആയിട്ടുള്ള സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടി അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പ്രൊമോട്ട്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഈ ഒരു റൂൾ ഫോളോ ചെയ്യുന്നതിൽ കൂടി നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ അൺനെസസറി ആയിട്ടുള്ള ഡെപ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തുന്നതിലേക്കുള്ള ആ ഒരു ബിഹേവിയർ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റൂൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ എൻഷുർ സേവിങ്സ് ഫോർ ദ ഫ്യൂച്ചർ. ഇൻകത്തിൻ്റെ 20% നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു സേവിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് അഡ്ജസ്റ്റബിൾ ടു ഡിഫറെൻറ്റ് ഇൻകം ലെവൽസ്. ഏതൊരു ഇൻകം ലെവലിലാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് 50-30-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻകം ലെവലിലും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണിത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് പ്രിവെൻറ്റ്സ് ഡെറ്റ്. അതായത് നമ്മൾക്ക് ഈ ഒരു റൂൾ പ്രകാരം നമ്മുടെ ഡെറ്റ് നമ്മൾ മാക്സിമം പേ ഓഫ് ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെറ്റ് ഇൻക്രീസ് ചെയ്യാണ്ട് അത് മാക്സിമം പേ ഓഫ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൂളാണിത്.